പ്രവാസ ജീവിതത്തിൽ നിന്നും താൻ ഇതുവരെ ഒന്നും നേടിയിട്ടില്ല എന്ന് പറയുന്നവരും. ഒരു കപ്പ് നെയ്ച്ചോറിന്റെ അരിക്ക് അതിന്റെ ഇരട്ടി വെള്ളം ഒഴിക്കണമെന്ന് പഠിച്ചത് എവിടെ നിന്ന്? താൻ കഴിച്ചതും കുടിച്ചതുമായ പാത്രങ്ങൾ താൻ തന്നെ കഴുകി വെക്കണമെന്ന് പഠിച്ചത് എവിടെ നിന്ന്? ഏത് ഭക്ഷണം കഴിച്ചാലും അതിന് ഉപ്പില്ല, മുളകില്ല, ടേസ്റ്റ് ഇല്ല എന്ന് ആവലാതി പറയാൻ പാടില്ല എന്ന് പഠിച്ചത് എവിടെ നിന്ന്? ഇന്നലെ ഫ്രിഡ്ജിൽ വെച്ചത് നാളെ ചൂടാക്കി കഴിച്ചാലും ഒന്നും സംഭവിക്കില്ല എന്ന് പഠിച്ചത് എവിടെ നിന്ന്? ജീവിതത്തിലെ കൃത്യനിഷ്ഠയും അലാറം വെച്ചുള്ള ഉറക്കവും ഉണരലും പഠിച്ചത് എവിടെ നിന്ന്? ശബ്ദമുണ്ടാക്കാതെ ഡോറ് തുറക്കാനും അടയ്ക്കാനും പഠിച്ചത് എവിടെ നിന്ന്? തലയണയെ പ്രിയസഖിയും പ്രാണസഖിയുമാക്കി കിടന്നുറങ്ങാൻ പഠിച്ചത് എവിടെ നിന്ന്? ക്ഷമ എന്ന രണ്ടക്ഷരം പ്രാവർത്തികമാക്കാൻ പഠിച്ചത് എവിടെ നിന്ന്? എത്ര കൂരിരുട്ടിലും റൂമിലുള്ളവർക്ക് അലോസരമുണ്ടാക്കാതെ ലൈറ്റുകൾ പ്രകാശിപ്പിക്കാതെ വസ്ത്രം മാറാനും ശബ്ദമില്ലാതെ ഭക്ഷണം കഴിക്കാനും ശീലിച്ചത് എവിടെ നിന്ന്? 100 കിട്ടിയാൽ കടം കൂടെ വാങ്ങി 110 നാട്ടിലേക്ക് അയക്കാൻ പഠിച്ചത് എവിടെ നിന്നാണ്? കറണ്ടും വെള്ളവും സോപ്പും പേസ്റ്റും സൂക്ഷിച്ചുപയോഗിക്കാൻ പഠിച്ചത് എവിടെ നിന്നാണ്? സ്കൂളിൽ നിന്നും 10ഉം 15ഉം വർഷം പഠിക്കാത്ത പല ഭാഷകളും പഠിച്ചത് എവിടെ നിന്നാണ്? ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പഠിച്ചത് എവിടെ നിന്നാണ്? സ്വന്തമായി ഒരു ചായ പോലും ഉണ്ടാക്കാൻ അറിയാത്തവൻ പ്രവാസിയായി 2-3 മാസത്തിനുള്ളിൽ തന്നെ ബിരിയാണിയും സദ്യയും കഫ്സയും ഉണ്ടാക്കാൻ പ്രാവീണ്യം നേടുന്ന ടെക്നിക് എവിടുന്നാണ് നേടിയത്? ലോകത്തിലെ ഏതൊരു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചാലും നേടാനാകാത്ത സാമ്പത്തിക